ഓക്കെ ഫൈനലി നമ്മൾ 2 വില്ലേജറിനെയും പിടിച്ചു വെച്ചു. 2 പേരെ ഇപ്പോൾ കാണുന്നില്ല, ലോഡാവാത്ത. എന്തായാലും ഇനി ഇത് പൊട്ടിക്കാൻ പോകണം. ഇത് പൊട്ടിയുമ്പോൾ എല്ലാം കൂടെ താഴെ വീണെന്ന് വെച്ചാൽ ഇത്രയും കഷ്ടപ്പെട്ട് പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ബക്കറ്റ് ജയിച്ചുകൊണ്ട് വെച്ചു. ഞാൻ ബ്ലേസിനോടൊക്കെ അടി ഉണ്ടാക്കിയുണ്ട്. ബ്ലേസിനോട് അടി ഉണ്ടാക്കിയതിന് അർത്ഥം കറക്റ്റ് ആവണമെങ്കിൽ ഇത് ആ ഹാർട്ട് കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഇത് പൊട്ടി. എന്താണ് താഴെ വീഴത്? അല്ല, സാധാരണ ഇതിലോട്ട് മുട്ടുമ്പോഴേ പോകണ്ടാന്നല്ലോ. ഇതെന്താ ഇങ്ങനെ? സാൻഡ് ഗ്രാവിറ്റി ബ്ലോക്ക് അല്ലേ? ഇങ്ങനെ സാൻഡ് പക്ഷെ പൊട്ടിക്കുമ്പോൾ ഇപ്പം ഞാൻ താഴെ നിന്ന് പ്ലാറ്റ്ഫോം ഉണ്ടാക്കി. എന്തായാലും ഇരിക്കട്ടെ, അതാകുമ്പോൾ ചുമ്മാ ഇങ്ങനെ മൈൻഡ് ചെയ്തിടാമല്ലോ. വെളിയിലോട്ടെങ്ങാനും തെറിച്ച് പോയടോ. ഇല്ല, അത് ഇതിൻ്റെ കൂടെ കൂടി ഇല്ല, തെറിച്ച് പോയാൽ ഒന്നിച്ചിരി വന്നു. ഇത് ഓർണം പോയി. ഇല്ല, അത് ഞാൻ വിചാരിച്ച് പോകുന്നു. ഞാൻ ഇനി താഴെ വീഴ. എന്താണ്ട ഇത് പൊട്ടിച്ചപ്പോൾ ഇത് താഴെ വന്ന് വീണില്ലേ? ഇത് സ്ലാബാണ്. ഇതിവിടെ വെച്ചോണ്ടാ പോവാനത്. ഇല്ലായിരുന്നെങ്കിൽ ഓൺലി ഫാൾ ഡൗൺ. ചുമ്മാ അല്ല, സാറിന് അടിയിലത്തെ ബ്ലോക്ക് പൊട്ടിച്ചാൽ കണ്ടോ അത്രയും വന്ന് താഴെ വീണ്. സ്ലാബ് കഴിഞ്ഞ് ഇത് ഇത്ര ഏറെ ഇരിക്കുന്ന ജനറേഷൻ്റെ ഭാഗമായിട്ടോ കൊണ്ട് എല്ലാം താഴെ വീണ് പൊട്ടി. എനിക്കെല്ലാം കിട്ടി. 51 ഉണ്ടായിരുന്നു ഇവിടെ. അത്രയും സ്ഥലം ഞാൻ നശിപ്പിച്ചു. വെച്ച് കയറാൻ എന്തോ ഉണ്ട്. 39 ഗോൾഡ് സ്റ്റോൺ ഇരിക്കട്ടെ. കണ്ട അതിങ്ങനെ പൊങ്ങിയാന്ന്, അതുകൊണ്ടായിരുന്നു. എന്തായാലും നീ ഇവിടെ ഇരുന്നേ പോട്ടെ. അങ്ങനെ ഡെസേർട്ട് ബയോം പോകഞ്ഞു. അങ്ങനെ ഒരു ഡെസേർട്ട് ബയോമും ഇല്ലാതാക്കി. എന്തോ ആയി. ഞാൻ ഒരു ഫോട്ടോസ് കണ്ടുപിടിച്ചു. അതിൻ്റെ കൂടെ ഫോട്ടോസിൻ്റെ കൂടെ എനിക്ക് വേറെ സംഭവം കൂടെ കിട്ടി. ഫോട്ടോസിലോട്ട് പോകുന്ന വഴിക്ക് കണ്ടതാണ്. ഞാൻ താഴോട്ട് ഇറങ്ങി ചെന്ന് അതിലെടുത്തുകൊണ്ട് വന്നാൽ ഐറ്റം എന്തുവാണെന്ന് കാണിച്ചല്ലോ. പക്ഷെ ഇപ്പം എനിക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. എങ്കിലും അത് കാണിച്ചു തരാം ഐറ്റം എന്തുവാണെന്ന്. ഇതായിരിക്കുന്നു നെതറൈറ്റ് ടെംപ്ലേറ്റ്. ഇവിടെ അയൺ ആർമർ പോലും ഇല്ലാത്ത എനിക്ക് ആ നെതറൈറ്റ് ടെംപ്ലേറ്റ് ആവശ്യമുള്ളപ്പോൾ കിട്ടത്തില്ല. അതുകൊണ്ട് നേരെ ഒന്ന് വെട്ടിക്കകത്തെടുത്തങ്ങ് വെച്ചു. ഇനി ഞാൻ ഈ ബ്രൂയിങ് സ്റ്റാൻഡും ക്രാഫ്റ്റ് ചെയ്തു. 9 എണ്ണം കിട്ടിയായിരുന്നു. വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ഒരെണ്ണത്തിനോട് തല്ലിക്കാണപ്പോഴാണ് 9 എണ്ണം കിട്ടി. 8 എണ്ണം ഞാൻ ഒപ്പിച്ച. 9ാമത്തെ ഒരെണ്ണം വെച്ച് ഞാൻ ബ്രൂയിങ് സ്റ്റാൻഡ് ഉണ്ടാക്കി. 8ാമത്തെ ബാക്കി 8 എണ്ണം എൻ്റെ കയ്യിലും ഇരിപ്പുണ്ട്. ഇനി ഒരെണ്ണം ഇതിനകത്ത് മറ്റേ വെച്ച് പൊടിക്കണം. ഇതാക്കി എടുത്തിട്ട് വേണം എനിക്കിത് അയ്യോ ഉണ്ടാക്കാം. ഇതിൽ ഫ്യൂവലായിട്ട് വെക്കണം. ഇപ്പോഴത്തേക്ക് വെക്കണം, എടുത്തേക്ക്. അപ്പോൾ ഫ്യൂവലായിട്ടൊരെണ്ണം വെക്കണം. ആൻഡ് അയ്യോ ആദ്യം ഈ സാൻഡ് സ്മെൽറ്റ് ചെയ്യണം. സാൻഡ് ഇത് വെച്ച് സ്മെൽറ്റ് ചെയ്യാൻ പറ്റും? ഇല്ല, അത്രയ്ക്ക് ഇത് വേണ്ട. ഇതിനകത്തോട്ടിരിക്കട്ടെ. സ്മെൽറ്റ് ചെയ്യാൻ വേറെ എന്തുകൊണ്ട്? പെട്ടിക്കകത്ത് വല്ലതും ഉണ്ടോ? പഴയ കുറച്ച് ബോയ് ഇരിപ്പുണ്ട്. ഇതൊക്കെ വെച്ച് സ്മെൽറ്റ് ചെയ്യാം. കുറച്ച് ബോയ് ഫിഷിംഗ് റോഡൊന്നും വേണ്ടാത്ത. ഇതൊക്കെ വെച്ചാൽ കുറേ നേരം ഇരിക്കുമായിരിക്കും. ഫിഷിംഗ് റോഡ് എന്തായാലും ഞാൻ യൂസ് ചെയ്യുന്നില്ല. അതിരിക്കട്ടെ. ഫിഷിംഗ് റോഡ് എത്ര നേരം ഇരിക്കാൻ നോക്കാം. ഈ ഫിഷിംഗ് റോഡൊക്കെ വെച്ചാൽ എങ്ങനെ നേരം കഴിഞ്ഞു പോകത്തുള്ളൂ, അതോ ഇതിൻ്റെ ഡ്യൂറബിലിറ്റി കുറഞ്ഞു വരത്തുള്ളൂ? മൊത്തത്തിൽ യൂസോ? എത്ര എണ്ണം കത്തും? ഒരെണ്ണം പോലും കത്തില്ല. ഒരെണ്ണം നിന്നു. ഓക്കെ, ഒരെണ്ണം പറ്റും എളുപ്പത്തിന്. നമുക്കല്ല എത്ര എണ്ണം വേണമായിരുന്നു? ഒരു 2 കുപ്പി മതി. ഞാൻ 3 കുപ്പി എടുക്കും. ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം? 3 ഗ്ലാസ് ഉണ്ടാക്കാൻ എന്താണ് ഉണ്ടാകുന്നത്? കറക്റ്റ് 3 എണ്ണം ഉണ്ടാക്കാം. എടാ എത്ര ഗ്ലാസ് കൊണ്ട് 3 എണ്ണം? അങ്ങനെയാ 3 എണ്ണേ കറക്റ്റായിട്ട് ഉണ്ടാക്കൂ. ഇതെന്താ കാണിച്ചിരുന്നല്ലോ. ഓക്കെ, 3 ഗ്ലാസ് വെച്ച് 3 കുപ്പി ഉണ്ടാക്കാം. അങ്ങനെ ആയിരുന്നു. ഓക്കെ, ഇനി 3 ഗ്ലാസ് എടുത്ത് ഇതിനകത്ത് വെക്കട്ടെ. എന്താണ് ഇതെന്താ പോവാത്ത അങ്ങോട്ട്? ഇതിനകത്ത് ഹാഫ് കോഡ് പോർഷൻ ആക്കണ്ടേ?
ഒരു മിനിറ്റ്, ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് വരട്ടെ എന്തൊക്കെ വേണമായിരുന്നു. How to make a weakness potion in Minecraft. Water bottle using your instant. ഓക്കെ, ഒന്നും ചെയ്യണ്ട, എളുപ്പം. ഫെർമെൻറ്റഡ് സ്പൈഡർ ആയി അങ്ങനെ എടുക്കുന്നത്. ഇതെന്താ മൈൻക്രാഫ്റ്റ് റീലോഡ് ആയോ? ഓക്കെ, എളുപ്പമാണ്. ഫെർമെൻറ്റഡ് സ്പൈഡർ ആയി അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കട്ടെ. ഈ ഫെർമെൻറ്റഡ് സ്പൈഡറെ ഉണ്ടാക്കണം, എന്നാലേ അടിയിലത്തെ ബ്ലോക്ക് മൊത്തം കാണാതെ ഇടപെട്ടെന്ന്. കുഴപ്പമില്ല, 2 ഹാർട്ടും കൊണ്ടാണ് ഞാൻ ഈ കളിക്കുന്നത്. ഫെർമെൻറ്റഡ് സ്പൈഡറി, അതെന്ത് സ്പൈഡറി തന്നെയാണ് ഇതാണ്ടിരിക്കുന്നത് കുറച്ച്. ഫെർമെൻ്റ് ആക്കുന്നത് എങ്ങനെയാണ്? എന്തോ ഇതിലാണോ? അല്ലല്ലോ, ഫെർമെൻ്റ് അത് ഇതാണോ? ഇത് തന്നെ. ഇതെന്താ ഷുഗറൊക്കെ എവിടുന്ന് എൻ്റെ കയ്യിൽ? ഇതെവിടുന്ന് വന്നു? ഓ, വിച്ചിനെ കൊന്നപ്പോൾ കിട്ടിയ ഷുഗറും പിന്നെയും സ്പൈഡറേയും പിന്നെ ഒരു മഷ്റൂം, ബ്രൗൺ മഷ്റൂം. അതെവിടുന്ന് കിട്ടും? ഞാൻ എൻ്റെ കയ്യിരിക്കുന്ന എല്ലാം ഏതൊരു ഈ പെട്ടി എമർജൻസി പെട്ടി എൻ്റെ കയ്യിരിക്കുന്ന എല്ലാം ഇപ്പോഴത്തേക്ക് അങ്ങ് വെച്ചേക്കാം, തിരിച്ചെടുത്തോളാം ഞാൻ. പോട്ടെ എല്ലാം എൻ്റെ കയ്യിരിക്കുന്ന മൊത്തം ഐറ്റംസ് ഞാൻ അതോട്ട് വെച്ചേക്കാം. ഒരു ഐറ്റവും ഞാൻ ബാക്കി എൻ്റെ കൈ വെച്ചേക്കുന്നില്ല, എല്ലാം അങ്ങ് ഇത് വെക്കാൻ പോകുന്നു. എന്നിട്ടേ വേറെ ഒന്നും ചെയ്യുന്നില്ല, പഴയ ട്രിക്ക് തന്നെ. ഓടി വന്ന് ഇതിൽ ചാടി വന്ന് ഇവിടെയൊക്കെ നോക്കട്ടെ എവിടെയാണ് മഷ്റൂം കിട്ടുന്നതെന്ന്. ഓടാൻ പറ്റത്തില്ല, നോ പ്രോബ്ലം. വേറൊന്നും എൻ്റെ കയ്യിലല്ലോ, ഇതെന്നെ ചെയ്തേ പറ്റൂ. അവിടെ കിട്ടും, മഷ്റൂമേലല്ലേ അവിടെ കിട്ടും. ഞാൻ നേരെ താഴെ പോയിടാം, അത് ഞാൻ മനഃപൂർവ്വം അല്ല ചെയ്തത്. എന്തായാലും കൈ ഒന്നും എടുത്തു വെക്കാനും അത് ഞാൻ മനഃപൂർവ്വം വേണമെന്നല്ല. അതുകൊണ്ട് അവിടെ ഉണ്ടേ, ഇതുകൊണ്ട് നിൽക്കുന്നു മഷ്റൂം ഐലൻഡ്. അവിടോട്ടൊന്ന് അടുത്ത് എന്ന് നോക്കട്ടെ, തൊട്ടടുത്ത കേട്ടോ. അപ്പം പോയിട്ട് വരാം. ഞാൻ വിചാരിച്ചു ഇനി ഭയങ്കര ദൂരമുള്ള പല സ്ഥലവും അതിന് കിട്ടിയില്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടുന്ന് പോകണ്ട, അവിടുന്ന് ഒറ്റ വരെ വരച്ചാൽ മതി. അപ്പോൾ ബ്ലേസ് റോഡ് കണക്റ്റിങ് ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. ഒന്നുമില്ല, ബൈ. കുറച്ച് സാൻഡ് വാങ്ങി ചെയ്തു, അതേ ചെയ്തോളൂ, വേറെ ഒന്നും ചെയ്തില്ല. 8 മിനിറ്റ് വലിയ ഒരു ഷോർട്ട് വീഡിയോ ആയിപ്പോയി, കുഴപ്പമില്ല. നത്തിങ് ഡൂഡ് ഇൻ ദിസ് വീഡിയോ. എല്ലാവർക്കും ഗുഡ് ബൈ.